കലാകാരന്മാരെ സമൂഹം ഏറ്റെടുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏതൊക്കെ മേഖലകളിൽ എനിക്ക് വൈറലാവാൻ എന്ന് ഓരോരുത്തരും ചിന്തിക്കുന്ന ഈ ഒരു ടൈമിൽ അജിൽ ദീഖിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് നന്നായി സ്ക്രിപ്റ്റ് എഴുതുന്ന, അഭിനയിക്കുന്ന, ഒരുപാട് വരയ്ക്കുന്ന, പാട്ട് പാടുന്ന, അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പം അങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ജീവിതം തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെക്കാമെന്ന് തീരുമാനിച്ചു? അതിനെക്കുറിച്ചൊരു വ്യക്തത തരാൻ പറ്റുമോ? ബേസിക്കലി ഞാൻ ആദ്യം സെമിനാരി ചേരണേക്ക് മുമ്പ് ഇത്ര വലിയ കലാകാരൻ, ഞാനിപ്പോഴും വലിയ കലാകാരനൊന്നുമല്ല, ഇത്ര കലാകാരനൊന്നും മുമ്പേ അത്ര പോലും ആയിരുന്നില്ല. അപ്പോൾ സെമിനാരി ചേർന്നതിന് ശേഷം സെമിനാരിയിൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും. അതായത് സെമിനാരി ചേരണ അജിലല്ല ഇപ്പോൾ ഒരു 12 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ അജിലും. അത് സെമിനാരി ചേരണ എല്ലാവരും ഒറ്റ കൊല്ലം കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ വരാറുണ്ട്. ആരും പുറകോട്ട് പോയിട്ടില്ല, പല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ കലാപരമായിട്ടുള്ള കഴിവുകളിലും കായികപരമായ കഴിവുകളിലും ബുദ്ധിപരമായ കഴിവുകളിലും ഈ ആശയപരമായ കഴിവുകളിലും എന്താ പറയുക ഇടപെടുന്ന രീതിയിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഒറ്റ കൊല്ലം കൊണ്ട് തന്നെ വരും. ഈ 12 കൊല്ലം കൊണ്ട് അങ്ങനെ ഓരോ വൈദികൻ രൂപപ്പെട്ട് വരാണ്. അപ്പോൾ അതിനിടയിലാണ് എൻ്റെ കഴിവുകളൊക്കെ വളർന്നു വന്നത്. അതിനുള്ള അവസരങ്ങളൊക്കെ സെമിനാരി ഒരുക്കി തന്നത്. ഇതിനിടയിൽ അച്ഛന്മാർ നമുക്ക് തരും. പിന്നെ നമ്മുടെ ബാച്ചുകാർ ട്രോളുകളിലൂടെയും ചില തമാശകളിലൂടെയൊക്കെ നമ്മളിങ്ങനെ തിരുത്തും, ചിലതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ ഒക്കെ നമ്മൾ തന്നെ അറിയാതെ തന്നെ വളർന്നു വരും. അപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചർ മിനിസ്ട്രിയിൽ ഇത് കുറച്ചും കൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്ലാൻസോ ഐഡിയാസോ അജിൽ ദീഖിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാം. അങ്ങനെ വലിയ പ്ലാനുകളൊന്നുമില്ല. അച്ഛനായിട്ട് നമ്മൾ ഏത് മേഖലയിലാണ് സേവനം ചെയ്യേണ്ടി വരാം, ഏതൊക്കെ കഴിവുകളാണ് ഉപകാരപ്പെടാമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഈ 5000 പേർക്ക് ദൈവം വിധിച്ചു കൊടുത്ത അത്ഭുതമുണ്ട്. അപ്പോൾ അതിൽ ആ കുഞ്ഞിൻ്റെ കയ്യിൽ 5 അപ്പം ഉണ്ടായിരുന്നു. അത് കാരണം ദൈവം അതിനെ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. ആ കഴിവുകൾ വെച്ച് ഞങ്ങൾ പോകണം ഈ പൗരോഹിത്യ മിനിസ്ട്രിയിലേക്ക്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് കഴിവുകളാണ് ദൈവത്തിന് ഉപകാരപ്പെടുക നമുക്ക് അറിയില്ല. ചിലപ്പോൾ നമ്മുടെ സ്വരമായിരിക്കാം, ചിലപ്പോൾ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല ഏത് ഒരു കഴിവാണ് ദൈവം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളത്. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്.